ഞാൻ ഏറ്റവും തെറ്റായ ഒരു തീരുമാനം ഇപ്പോൾ എടുത്ത് എൻ്റെ ബാക്കിലോട്ടൊന്ന് നോക്കൂ. ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ തച്ചമ്പലത്തെ റൂമുകൾ കണ്ടിരിക്കുന്ന അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കണേ. അപ്പോൾ ഇനി ഹസ്ബൻഡ് അമ്മിലെ റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം മെയിനായിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റൂം വൃത്തിയാക്കാണ്ട്. അപ്പം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ റൂം കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് തിരക്കേറിയ ജീവിതശൈലിയും നമ്മളെ അറിയാലോ, ലൈഫ് കുറച്ച് തിരക്കേറിയ ലൈഫായതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്നിട്ട് സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാൻ അത്ര സമയം കിട്ടിയില്ലായിരുന്നു. എൻ്റെ റൂമിൽ ഡ്രസ്സ്, സാധനങ്ങൾ, ബാക്കി സാമഗ്രികളൊന്നും വൃത്തിയാക്കി വെക്കാൻ നമുക്ക് സമയം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെല്ലാം റെഡിയാക്കാമെന്ന്. കാരണം ഞാൻ ഓരോ ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോരോ എൻ്റെ ചാക്കുകെട്ടും സഞ്ചിക്കെട്ടും കൊണ്ടുവരും എൻ്റെ ലഗേജുകൾ. അപ്പോൾ എല്ലാം റൂമിൽ കൊണ്ടുവച്ച് ഇവിടെ തന്നെ കുറച്ച് വൃത്തിയുള്ള ലൈറ്റ് തോന്നില്ലേ. അങ്ങോട്ട് പോകുമ്പോൾ മഞ്ഞ കളറാണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങിയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലിപ്സ്റ്റിക്ക് ഷെയ്ഡൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടിടലാണ്. പിന്നെ ഐ ഷാഡോ ബ്ലഷ് തന്നെ ഇട്ടതാണ്. കുറച്ച് മസ്കാരി, ഐലൈനർ ഒരു വരിയും വരച്ചിന്. ഐലൈനർ ഇപ്പോഴത്തേക്ക് ഇഷ്ടമില്ല, കാരണം വരയ്ക്കുമ്പോൾ കറക്റ്റ് എഡ്ജ് കിട്ടുന്നില്ല. അതിൻ്റെ ബ്രഷ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനൊരു എഡ്ജില്ല എൻ്റെ ഐലൈനറിൻ്റെ വരക്ക്. അപ്പോൾ വൃത്തിയാവുന്നില്ല. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് തെന്നി മാറുന്നു. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞാൻ വീട്ടിൽ പോയിരുമ്പോൾ ഓരോരോ ചാക്കുകെട്ടും കൊണ്ടുവരും, സഞ്ചിക്കെട്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ബൈക്കുമേൽ വന്നപ്പോൾ ഞാൻ തന്നെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് 3 കവറൊക്കെ, വലിയ കവറൊക്കെ വണ്ടിൻ്റെ മുന്നേ കെട്ടി വെച്ചങ്ങാറ്റ് വരുമ്പോൾ ഇന്നറിയുന്ന ആൾക്കാർ മിസ്സിരിയല്ലേ ഹായ്. എനിക്ക് ചമ്മലല്ല, ഒരു എന്താ പറയുക, ഞാനിങ്ങനെ മറ്റേ പറക്കും തളിക അങ്ങനെ വരിക. ഹായ് മിസ്സിരി, ഞാൻ ഹായ്. മറ്റേ എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് മറ്റേ മഞ്ജു വാര്യർ അല്ല സോറി മറ്റേ മീര ജാസ്മിൻ ഒരു സിനിമയിൽ പോകുന്നില്ല കോളേജിക്ക്, മറ്റേ അപ്പോൾ പറപ്പിച്ച്, അതുപോലെ ഞാൻ പറപ്പിച്ച് വരിക. അതൊക്കെ ലഗേജൊക്കെ തൂക്കി. അപ്പം ഹായ്. പണ്ടിക്ക് ഈ പ്രശ്നമല്ല, എന്നെ ആർക്കും അറിയാത്തതുകൊണ്ട് ഏത് കോലത്തിലും പോകുന്നതിന് വരുന്ന പ്രശ്നമില്ല. ഇപ്പം എങ്ങനെയായാലും ആൾക്കാർ, പിന്നെ പ്രശ്നമല്ല, നമ്മളെങ്ങനെയാണോ അങ്ങനെ ആൾക്കാർ കാണട്ടേന്ന്. അപ്പോൾ പിന്നെ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോകുന്നത്, ഞാൻ കുറച്ച് ഓവർ ടോക്കറ്റീവാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു ഇടോ കാട് കയറി അങ്ങ് പോകും. അപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ കവറൊക്കെ കാണിച്ചു തരാം. 1 2 3, പിന്നെ ബാഗ്, പിന്നെ ഹിമലി. ഇനി അലമാര കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ നല്ല സ്വഭാവമായിട്ട് ഒക്കെ വൃത്തിയിൽ വെച്ച്, പിന്നെ മിഷ അങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നതനുസരിച്ച് ഇങ്ങനെ വാരി തൂടി നിറയാൻ തുടങ്ങി. പക്ഷേങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിലധികം ഡ്രസ്സില്ല, എന്നാലും ഉള്ള സാധനങ്ങൾ നമുക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കാം. ഇതൊക്കെ ഇനി മടക്കി വെക്കണം. ബാക്കി ഇമ്മതാ മടക്കി തന്നതാണ്. എനിക്ക് ഇതായത് ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ ഇതും കേടാക്കി. ഇനി ഒക്കെ ഒന്ന് മടക്കി വെക്കണം. എനിക്ക് കുഴച്ച് മറ്റേ നമ്മൾ മാവ് വയ്ക്കൂലേ, പൊറാട്ടക്കൊക്കെ മൈദ വയ്ക്കുമ്പോൾ കുഴച്ചിടുന്ന പരിപാടിയാണ് പോരേന്ന്. അപ്പോൾ ഇവിടെ അത് നടക്കില്ല എന്ന് ഉമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു. ഇവിടുത്തെ ഉമ്മ അല്ല കേട്ടോ, നല്ല വൃത്തിയിൽ നിൽക്കണം പറഞ്ഞേച്ചാ. ഇതാണ് അവസ്ഥ. ഇതിൽ ഡ്രസ്സൊന്നും ഇല്ല, എല്ലാം പുറത്താണ് കണ്ടോ. അതൊക്കെ ഇനി മടക്കി വെക്കണം, ഒക്കെ റെഡിയാക്കി വെക്കണം. ഇത് മിഷാൻ്റെ നമ്മളെ മറ്റേ ലാസ്റ്റ് ഡേൻ്റെ കോട്ടാട്ടോ ഇത്. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ എങ്ങനെ നന്നാക്കി എടുക്കുക, വൃത്തിയാക്കി എടുക്കാൻ. ഇത് മിഷാക്ക് കഴിഞ്ഞ ദിവസം എത്ര മണി വരെ കളിച്ചിട്ട് അറിയാം. ഒരു ക്രിക്കറ്റ് പ്രാന്തനാണ് എൻ്റെ പുയ്യാപ്പിള എന്നുള്ള സത്യങ്ങളെല്ലാവരും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇത് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം തന്നെ രാത്രി എത്ര മണിക്കായിരിക്കും, എത്ര തൊട്ട് രാവിലെ 8 മണി വരെ, അതായത് അന്ന് വീട്ടിൽ വരാണ്ട് കളിച്ച് നേടിയ ട്രോഫിയാണിത്. മാൻ ഓഫ് ദ മാച്ച് മുഹമ്മദ് മിഷാലിന് കിട്ടിയതാണ്. മാൻ ഓഫ് ദ മാച്ച് വേറെയും കിട്ടിയിട്ടുണ്ട്. മിഷാൽക്ക് ഒരു ഗുഡ് പ്ലെയറാണ് ഗൈസ്. അപ്പം ഇവിടെ നിൽക്കട്ടെ. ഇതാണ് മെയിനായിട്ട് റെഡി ആക്കാനുള്ളത്. ഇതിൻ്റെ പവർ ബാങ്ക് ആണ്. ഇത് കേട് വന്നു. ഇത് മിഷ അവിടെ പെയിൻറ്റും പണിയിൽ കൊണ്ടിട്ടിട്ടാന്ന് തോന്നി, ഈ കോലത്തിലായിട്ട്. പിന്നെ ഇത് എൻ്റെ പൗഡർ, വൈറ്റ് ടോൺ പൗഡർ അധികം യൂസ് ചെയ്യില്ല, എന്നാലും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു സ്മെല്ലിന് ഇടാൻ തന്നെ വൈറ്റ് ടോൺ ആണ് യൂസ് ചെയ്യൽ. പിന്നെ സ്പ്രേ എനിക്കങ്ങനെ അധികമായിട്ട് മറ്റേ എന്താ പറയുക, കോസ്മെറ്റിക് ഐറ്റംസ്, ഓർണമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികമായിട്ട് ഓർഗനൈസ് ചെയ്യാനില്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഞാൻ അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് നമ്മളെ ലാസ്റ്റ് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങിൻ്റെ അന്നത്തെ ബൊക്കെയാണ്. അതിൻ്റെ ഗ്ലൂ പോയിട്ട് അതിങ്ങനെ പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം ബെഡിലേക്ക് എടുത്തിടാം. ഇതിൻ്റെതല്ല, അഞ്ച് പുയ്യാപ്പിളിൻ്റെതാണ്.
ഇതിൽ ഒട്ടുമിക്ക ബ്യൂട്ടി പ്രൊഡക്ട്സും എൻ്റെ ഓൻ്റെതായിരിക്കും. എൻ്റെ സാധനങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി ഇത് വള ഈ പാത്രം അല്ല നാത്തൂൻ തന്നതാണ്. എൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്തൊരു പാത്രം എനിക്ക് പാത്രം തരാതെ തന്നു പോയത്. ഇത് എത്ര വേഗം അറിയത് ഞാൻ അറിഞ്ഞില്ല. ഓയോയോ ഓയോക്കാർ പാത്രം ഇറക്കിയോ? ആ ഇത് നമ്മൾ അന്ന് വെച്ച് നമ്മൾ 21-ാം തീയതിക്ക് വെച്ച ഫേസ്ലെറ്റ് ആണ് ഗൈസ്. കണ്ടോ? പിന്നെ ഇത് ഞാൻ മാംഗോ ബാഗ് ഇട്ട എൻ്റെ മാംഗോൻ്റെ ഞാൻ നമ്മളെ അംബാനീൻ്റെ മോളല്ല എൻ്റെ മരുകളോ മുപ്പത്തിൻ്റെ ബാഗിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടൊരു മാംഗോ ബാഗ് ചെയ്ത് നമ്മളെ ഷൂട്ടിന് യൂസ് ചെയ്തിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ആ മാംഗോ ഇതിലതിന് ഇട്ട് വെച്ചിരുന്നത്. പിന്നെ ഇത് നമ്മളെ 22-ൻ്റെ പരിപാടിക്ക് ഞാൻ വാങ്ങിയ മാലയാണ് ഇത്. ബട്ട് അതിന് ഇട്ടപ്പോൾ രസമല്ലടി, ഞാൻ യൂസ് ചെയ്തില്ല. ഇതിന് 2 കമ്മലും കൂടി ഉണ്ട്, അത് ഇതിലിടുണ്ട്. ഇത് അതിനിട്ടപ്പോൾ ചേരായിട്ട് ഞാൻ അന്ന് ആ ഡ്രസ്സിന് ഓർണമെൻറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾ കുളിക്കാൻ വാങ്ങിയ സോപ്പ് ആദ്യം എടുത്തന്നെ തീർന്നില്ല, അതിനോട്ട് രണ്ടാമത്തത് അവിടെ എടുക്കുകയാണ്. ഇതൊക്കെ റെഡി ആക്കണെ കൊണ്ടാന്നിട്ടും ഇതൊക്കെ റെഡിയാക്കിയ പിന്നെ നാളേക്ക് അങ്ങനെ തന്നെയാവും. പിന്നെ ഇങ്ങനെ റെഡിയാക്കി വെക്കണം എന്തിനാ? എല്ലാം മടിക്കും, പിന്നെ അതുപോലെ പിന്നെ മടിക്കും, പിന്നെ അതുപോലെ. ഇതിൻ്റെ 22-ാം തീയതിൻ്റെ വലിയ വെയിലിട്ടില്ലേനോ, അതാണ്. ഇത് എൻ്റെ ഓൻ്റെ തൊപ്പി കണ്ട് നമ്മൾ വെച്ച് നോക്കണം എന്നാണ് ശാസ്ത്രം. തൊപ്പി വെച്ച് നമുക്ക് 2 ഷോ ഇടാം. ഓക്കെ, ഷോൻ്റെ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി പണിയെടുക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പം എന്തിനാ എടുത്തു വെക്കുകയാണ്, ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു അധികപ്പറ്റല്ലേ തോന്നുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഇത് നമ്മളെ 22-ാം തീയതിൻ്റെ ബുക്കാണ്. അപ്പം ഇത് കളയാൻ അങ്ങോട്ട് തോന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സാധനങ്ങളോടൊക്കെ, എൻ്റെ തിങ്സിനോടും എൻ്റെ സ്റ്റഫ്സിനോടും എൻ്റെ സാധനങ്ങളോടൊക്കെ, ഞാൻ വാങ്ങുന്ന സാധനങ്ങളല്ല എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ, അതിനോടൊക്കെ എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരും. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കളയാൻ തോന്നില്ല. മീൻസ് ചീത്തയായാലും ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും. അതിപ്പോൾ എന്താണെങ്കിലും ഡ്രസ്സാണെങ്കിലും, അതായത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന സാധനങ്ങൾ മാത്രം കേട്ടോ. ഇതിപ്പോൾ നമ്മളെൻ്റെ കല്യാണത്തിൻ്റെ അപ്പോൾ ഞാനവിടെ വെക്കും. അപ്പോൾ പൊരയിലൊക്കെ ഞാൻ അതുപോലെ എനിക്ക് ഡ്രസ്സൊന്നും കളയാൻ തോന്നാതെ ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കും. എനിക്ക് എല്ലാത്തിനും അങ്ങനെ എന്തെങ്കിലും ഓരോരോ ഇതുണ്ടാവും. മീൻസ് ഓരോരോ ഡ്രസ്സ് കാണുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഓരോരോ ഇത് തോന്നും. അതുപോലെ എടുത്ത് വെച്ചൊരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ മിഷാക്ക് കൊടുത്തൊരു പെർഫ്യൂമാണേ. ഇത് സംഭവം തീർന്നിക്കണേ. ഇത് നല്ല സ്മെല്ല്. അത് ഞാൻ അന്ന് കുവൈത്തിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തത്. പക്ഷേ ഈ നല്ല സ്മെല്ലാണ്. ഈ സ്മെല്ല് വരുമ്പോൾ എനിക്ക് ഞാൻ അന്ന് കുവൈത്തിലുള്ളതും കുവൈത്തിൽ നിന്ന് വന്ന സമയത്ത് മിഷ വരുന്നതും അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഓർമ്മയാവും ഈ ഒരു സ്പ്രേൻ്റെ സ്മെല്ലടിക്കുമ്പോൾ. അതുപോലെ എനിക്ക് ഒരു പൗഡർ ഉണ്ട്, ഒരു കടും റോസ് കളറുള്ളൊരു പൗഡർ ടിൻ. എന്താ അതിൻ്റെ പേര്? അത്ര ഫേമസ് ഒന്നുമല്ല, എന്നാലും അത് ആ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് എൻ്റെ 10ാം ക്ലാസ് ഞാൻ ട്യൂഷന് പോകുന്നത് അതൊക്കെ ഓർമ്മയാവും. അന്നിടുന്ന പൗഡർ ആയിരുന്നു അത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുട്ടിക്കൂറയൊന്നുമല്ല, അങ്ങനത്തെ വേറെ എന്തോ ഒരു ഇങ്ങനെയുള്ളൊരു ടിന്ന, ഇങ്ങനെ ഒരു സമചതുരത്തിലുള്ള ഒരു റോസും ഒരു ബ്ലാക്കും കൂടിയൊക്കെ വരുന്നൊരു ടിന്ന്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ എടുത്ത് വെക്കും. ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സ്വഭാവം എൻ്റെ അമ്മക്കും താത്തക്കും ഓൽക്കൊക്കെ വേഗം എടുത്ത് വെച്ചെങ്ങാനിട്ട് വൃത്തിയാക്കി കത്തിച്ചാളൊക്കെ വേണം പഴയ ഡ്രസ്സൊക്കെ. പക്ഷെ ഞാൻ സമ്മതിക്കൂല. ഞാൻ എടുത്ത് വെച്ചെങ്ങാനിട്ട് പഴയ ഡ്രസ്സും ഉണ്ടാകും കയ്യിൽ. അപ്പോൾ ഉമ്മ പറയും ഇതൊക്കെ കത്തിച്ചാളും. എന്നിട്ട് ഞാൻ കാണാണ്ട് എൻ്റെ കുറേ സാധനങ്ങൾ, ബുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചാളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നുള്ള ലവ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം, അതിൽ കുറേ സാധനം കാണിച്ചു തരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് തൊട്ടേ എടുത്ത് വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പം അതിൽ പെട്ട ഇതിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ കുപ്പിയാണ്. ഇത് തീർന്ന സാധനമാണ്, പക്ഷേ കളഞ്ഞില്ല. ഇത് കളയാൻ തോന്നായിട്ട് കളയാഞ്ഞല്ല, ഇതിനെ ഞാൻ ഇതിൻ്റെ കൊലവള്ളി എടുത്ത് കണ്ടോ. ഇതിലിനി ഒന്നുമില്ല. ഇതിൻ്റെ അവയവങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓളോട് ഞാൻ അതിൻ്റെ ബാക്കി ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി അതും ഇതോടി. ഓളയിൽ കയറിയാൽ ഓഫർ ഉണ്ട്, ഇതിൻ്റെ അത്ര പേയ്മെൻറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ. എന്നിട്ടിപ്പോൾ ഒരു മാസം അടുത്ത ഓർഡർ ചെയ്യാനിട്ട് അതോൾ ചെയ്തില്ല. ഇങ്ങോട്ട് ഞാൻ ചോദിക്കുമ്പോൾ മറന്നുപോയി എന്ന് പറയും. പിന്നെ അതിൻ്റെ ടോണർ,
അപ്പോൾ സ്കിൻ കെയർ ചോദിച്ചില്ല. സ്കിൻ കെയർ അധികമായിട്ടൊന്നും ചെയ്യലൊന്നുമില്ല. ഇതന്നെ ഇപ്പോൾ ഞാനൊരു 1 മന്ത് നിക്കാൻ്റെ സമയത്ത് ചെയ്തിനു. പിന്നെ ആ ഒരു ഫ്ലോറിൽ വിട്ടുപോയി. ഒരു സെറ്റ് തീരുമ്പോൾ പിന്നെ വാങ്ങാൻ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് തീർന്ന്. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഇതിപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് യൂസ് ചെയ്ത് ആകെ ഓട്ടപ്പാച്ചിലും സ്കിന്നൊന്നും ശ്രദ്ധിക്കാണ്ടായി ആകെ ഡള്ളായി എന്തോ പോലായി. മീൻസ് നല്ല ഡാർക്ക് സർക്കിളൊക്കെ വരാൻ തുടങ്ങി. ഇത് ഡാർക്ക് സർക്കിളിനുള്ളതൊന്നല്ല, എന്നാലും ഞാൻ നല്ലോണം ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എഡിറ്റിങ്ങും കാര്യമൊക്കെ ഫോണിലായതുകൊണ്ട് ഭയങ്കര ഫേസൊക്കെ കേട് ഡള്ളായി. അപ്പം പിന്നെ സ്കിൻ കെയർ ജസ്റ്റ് 1 മാസം മുന്നേ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഞാനിങ്ങനെ തുടങ്ങാലോ എന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങി. അപ്പം ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന്, പ്ലമ്മിൻ്റെ ടോണർ, പിന്നെ മോയ്സ്ചറൈസർ അതായിരുന്നു, പിന്നെ സെറം ഇതാണ്. മോയ്സ്ചറൈസർ ഇപ്പോൾ തീർന്നാണ് സംഭവം, സാധനം കിട്ടിയില്ല. ഇത് ഓളോട് ഓർഡർ ചെയ്യാൻ വേണ്ടി കുറേ ആയി. അപ്പം അതൊന്നും കിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ മാസ്ക്, ഇത് തീർന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ കൊടുത്ത ഒരു വാച്ചാണിത്. പെർഫ്യൂമിൻ്റെ അന്ന് ആ കൊണ്ടുപോകുന്ന ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തോന്ന് പറഞ്ഞ് കൊടുത്ത. പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അശ്വന് ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇതൊക്കെ ഞാൻ കുവൈത്തിൽ നിന്ന് സൂക്കിൽ പോയി ഓലോട് ബാർഗെയിൻ ചെയ്ത് അണ്ണാ എങ്കിട്ടെ അല്ല ഹിന്ദിയിലാട്ടോ പറഞ്ഞു. അവിടെ ഹിന്ദിക്കാരും ഉണ്ടായിരുന്നു. അന്നപ്പം പറഞ്ഞു എന്താ നീ പറഞ്ഞത്? भैया मेरे पास पैसा नहीं കുച്ച് എന്തെന്നതിനും എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് നിന്നിട്ടോ ആശാൻ കുറച്ചെന്നില്ലേ. ഞാൻ അത്രയും നേരം വായിട്ടഴിച്ച വെറുതെ ആകെ എന്തോ ചെറിയ ദിനാറ് കുറച്ചന്ന്, അല്ല ദിനാറല്ലേ കേടി, ആ ദിനാർ തന്നെ കുറച്ച് തന്നിട്ടുള്ളൂ. അത്രയും നേരം പറഞ്ഞാലൊന്നും കാര്യമില്ല. ഇത് എൻ്റെതല്ല, ഇത് മുഹമ്മദ് മിഷാൻ്റെതാണ്. അത് നമ്മളെ 22-ാം തീയതി പരിപാടിൻ്റെ ഫോട്ടോ ബൂത്ത്, ഓർമിയോ ഫോട്ടോ ബൂത്ത് ടീമായിട്ട് നമുക്ക് വന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി. നല്ല പരിപാടിയായിരുന്നു സംഭവം. കണ്ടോ, ഞാനും വിഷ കൂടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേനു. പിന്നെ മറന്നുപോയി. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഓരോ പോവുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാറ്റില്ല. പക്ഷെ ഞങ്ങൾ തെങ്ങനെ എടുത്ത് കണ്ടോ. ഇതിൻ്റെ മോള് മിഷാൻ്റെ മോന് ഞങ്ങളെ കുടുംബം ഞങ്ങളിങ്ങനെ ഫാമിലി ഫോട്ടോ എടുത്താണ്. ഇത് മിഷ കൊണ്ട് വെച്ചതാ. ഞങ്ങൾ ഉണ്ടല്ലോ കപ്പിൾ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം എനിക്ക് ഇതൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് അറിയില്ല. ഇതിപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ആവും. പിന്നെ ഇതിലെങ്ങനെ വെക്കണം എനിക്കറിയില്ല. ഇനി സ്പ്രേ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കറക്റ്റാണോ ഫോൺ പിടിച്ചതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതിലെന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചാൽ മറ്റേ സിനിമയിൽ മാങ്ങാമാല, മറിച്ചേ മാല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ഇതൊക്കെ കല്യാണത്തിൻ്റെ അന്ന് ഊരിയിട്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണല്ലോ. ഇതൊക്കെ എന്തിനു വെച്ചേക്കുന്നതായിരുന്നു എന്നെ അറിയില്ല. ഇതന്ന് മിഷാക്ക് വേണ്ടിയിട്ട് വാങ്ങിയ മാല അതിനും ഓനിട്ടിക്കില്ല. ഇതിനി എനിക്ക് സ്വന്തം. ഓൻ്റെ ഒരു മാല അതുപോലെ നമ്മൾ റെൻറ്റിൻ്റെ സാധനം അയച്ചതിൽ തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ അയച്ചു പോയി. ഇതന്ന് നെയിൽ പോളിഷ് ഇട്ടപ്പോൾ റിമൂവ് ചെയ്യാൻ വാങ്ങിയത്. ഇതെന്തോ ജ്വല്ലറി ബോക്സ്. ഇതിലിങ്ങനെ കുറേ മാലയൊക്കെ ഉണ്ട്. ഇതൊന്നും ഇഞ്ചതൊന്നുമല്ല. ഇത് വന്ന് നെയിൽ വെക്കാൻ വാങ്ങി. ഓരോരുത്തർ നെയിൽ എക്സ്റ്റൻഷൻ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ വെക്കാൻ വേണ്ടി വാങ്ങിയതേനും. പക്ഷേങ്കിൽ ഇതൊക്കെ എന്തോ ലോക്കൽ സാധനം, അങ്ങനെ ഞാൻ വെച്ചില്ല. ഇത് ലിബാം. ഇത് ഈ ലൈബ് ഞാൻ കുറേ ദിവസമായി തരുന്ന അടുക്കണം. ഇത് വന്ന് മിഷാക്ക് മറ്റേ ഈ നമ്മളെ 20ൻ്റെ പരിപാടിക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ വള. ഇത് ഞാൻ ഓരോരോ ദിവസവും വന്ന് ഊരിയിടുന്ന എൻ്റെ സ്ലൈഡുകൾ. അന്ന് പരിപാടിക്ക് ഓരോരോ ദിവസവും 21-ാം തീയതിയും 20-ാം തീയതിയും ഒക്കെ ഊരിയിട്ട സ്ലൈഡുകളാണിത്. 21-ാം തീയതി ഇല്ല, 20-ാം തീയതിയും 22-ാം തീയതി സ്ലൈഡ് കുത്തണ്ടി വന്നില്ല. ഇത് ബ്രേസ്ലെറ്റ് ഇതിൻ്റെ അല്ല. ഇത് നേരത്തെ കാണിച്ച മാലൻ്റെ കമ്മൽ ഗായ്സ് കണ്ടോ. പിന്നെ ഇത് നമ്മൾ 20-നേക്ക് വാങ്ങിയ കമ്മൽ. ഇത് ഫോക്കസ് ആവുന്നില്ല. ഒരു പേള്. ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ഇത് പ്രത്യേകിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും പരിപാടിയൊന്നുമില്ല. ഇതിൽ ക്രാബ് ഉണ്ട്. ഈ ക്രാബ് രസമല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ തന്നെ വേറൊരു ക്രാബ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് അത് കാണാൻ. ഇതിൻ്റെ ഒന്നും ലിങ്ക് ഒന്നും ചോദിക്കരുത് കേട്ടോ. അല്ല, ഇതിൻ്റെ ലിങ്ക് വെച്ചാൽ സ്ലൈഡിനോ ഇതിനൊന്നും ലിങ്ക് ഉണ്ടാവില്ല. എന്നാലും എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനമൊക്കെ ലിങ്ക് ഉണ്ടോ ചോദിക്കാം.
അപ്പം എൻ്റെ അടുത്ത് അതിനൊന്നുള്ള ലിങ്ക് ഉണ്ടാവില്ല. ഞാൻ എല്ലാം ഏതെങ്കിലും പീടികന്നൊക്കെ വാങ്ങുന്നതായിരിക്കും. പിന്നെ ഇതിലൊരു ക്രാബ് പൊടി ഉണ്ട്, അങ്ങനത്തെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, രസമല്ലേ ഇത് കാണാൻ? ഇന്നെന്തെങ്കിലും പറയാം, പ്ലമ്മോ ഇതുപോലത്തെ. ഇതിങ്ങനെ കുടിക്കൊക്കെ നല്ല രസമാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ, ഗോവയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ക്രാബാണിത്. ഓക്കെ, ഇനി നമുക്ക് ഇതും എടുത്ത് വെക്കാം. ഇതിപ്പോൾ വെച്ചതിൽ ഇപ്പം എന്താ മാറ്റം കണ്ടോ? ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ ഞാൻ മാറ്റി വെക്കുന്നത് വൃത്തിയാവായിട്ടാണോ അല്ലെങ്കിൽ ഇത് നിറച്ചു എന്തൊക്കെയോ അലക്കുത്തേ നിന്നിട്ടാണോന്ന് എനിക്കറിയില്ലേ. കണ്ടോ, ഇതിലിപ്പോൾ എന്താ മാറ്റം? നേരത്തെ ഇവിടെ കുറച്ച് സ്ഥലം വന്നല്ലാണ്ട് എന്താ മാറ്റം? ഇതാണ് ഈ മാറ്റി റെഡിയാക്കി വെക്കുന്നില്ലൊന്നൊരു കാര്യമില്ല. ഇനി ഇതൊക്കെ ഒരു വട്ടം മിഷ അങ്ങോട്ട് വന്നാൽ ഇതൊക്കെ ഇവിടം വരെ എത്തും. പിന്നെ ഇപ്പം എന്തിനു ചെയ്യാൻ? വലിയ കാര്യമില്ല. ഇനി നമുക്ക് മുകളിലേക്ക് ഇതാ, ഇതിങ്ങനെ എടുത്തപ്പോൾ തന്നെ മുകളിലേക്ക് ഇതാ ഇവിടെ വെക്കുക. എപ്പോഴും എടുക്കാത്ത സാധനം നമുക്ക് അവിടെ വെക്കാം. പിന്നെന്താ, ഇതൊക്കെ ഈ പേപ്പറും ഇതൊക്കെ തന്നെ തിരിച്ചങ്ങോട്ട് വെക്കുക. അപ്പൊ പിന്നെ എന്തിനാ ഇതൊക്കെ അവിടെ നിന്ന് എടുത്തത്? എനിക്കറിയാമല്ലേ. കണ്ടോ, ഇത് വെച്ചാൽ വൃത്തിയില്ലല്ലോ. പക്ഷെ അതങ്ങനെ മടക്കാൻ പറ്റുള്ളൂ. അത് നെറ്റാണ്, അതുകൊണ്ട് ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഈ തൊപ്പി അവിടെ തന്നെ വെക്കാം. എനിക്കിതൊന്നും ഓർഗനൈസ് ഒന്നും അറിയില്ല. എല്ലാവരും ഈ റൂം ഓർഗനൈസ് മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ് വ്ലോഗ് ഇടും. എനിക്കറിയാൻ മേല ഇതൊന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചെയ്യാൻ എന്നാന്ന് അവൾക്ക് വർണ്ണിക്കാൻ വാങ്ങിയപ്പോൾ കിട്ടിയ ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് എൻ്റെ ഓൻ്റെ ട്രോഫി തിരിച്ച് അതുപോലെ തന്നെ അവിടെ വെക്കാം. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും മാൻ ഓഫ് ദി മാച്ച് കിട്ടലുണ്ട്. ഇനി നമുക്ക് ഈ സെക്ഷൻ റെഡിയാക്കാം ഗായ്സ്. ഇതൊക്കെ എന്തിന്റെ കവറിൽ ഇട്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതൊക്കെ ഓക്കെ. ഇനി മടിക്കേക്കാണല്ലോ വരുമ്പോഴാണ് ആവാത്തത്. ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഇടാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാ ചാവി ഒന്ന് പോയി. പിന്നെ രാത്രി നേരെ കാണുന്ന വ്യൂ ചുരത്തിലേക്കാണ് ഗായ്സ്. വണ്ടിയൊക്കെ പോകുന്നത് ഇങ്ങനെ കാണാം നമുക്ക്. എന്ത് മഴയാത്! ഇപ്പൊ ഉറങ്ങാൻ എന്ത് സുഖമായിരിക്കൂലേ. ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഇവിടെ അല്ല, അപ്പുറത്തെ റൂമിൽ. എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തെ റൂമിൽ ഉറങ്ങുകയാണ്. ഞാൻ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. എനിക്ക് ഉറങ്ങാൻ നല്ല മൂടുണ്ട്. പക്ഷെ ഇത് ഇന്ന് നന്നാക്കിയില്ല, പിന്നെ ഇവിടെ കിടക്കും. ഇപ്പോൾ 2 ദിവസം ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിലൊന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഉമ്മ ഇപ്പം ഇല്ലാത്ത എല്ലാം അതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടിയത്തത് റെഡിയാക്കാം. ഇത് നമ്മൾ 22-ാം തീയതിക്ക് വാങ്ങിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയ അംബ്രല്ല. ഇതേതായാലും എടുത്ത സ്ഥിതിക്ക് ഒരു വീഡിയോ എടുക്കട്ടെ. ഇത് പിടിച്ചിട്ട് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് കുടയൊക്കെ ചൂടി ഒന്ന് പുറത്തിറങ്ങായിരുന്നു. പക്ഷെ ഇത് നനയ്ക്കാൻ പറ്റുന്ന കുടയല്ല ഗൈസ്, ഇത് വെള്ളം ചോരുന്ന കുടയാണ്. അപ്പം നമുക്കിത് ഇതുപോലെ തന്നെ മടക്കി എടുത്ത് വെക്കാം. ഇനി അടുത്ത ഫോട്ടോഷൂട്ടിന് എടുക്കാം. ഇത് ഞങ്ങൾക്ക് തലയാണ അല്ല കംഫർട്ട് സെറ്റിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടിയ തലയാണ കവറാണ്. അത് നമുക്ക് അവിടെ വെക്കാം. ഇത് ഞങ്ങൾ മേമക്ക് വാങ്ങിയ ഒരു നെറ്റിയാണ്. മേമക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇത് മാറ്റിക്കാൻ വേണ്ടി കുറേ കാലമായി കൊണ്ടെടുക്കുന്നത്. ഇതിൽ തന്നെ ആയിപ്പോയി. ഇനി നമുക്കിവിടെ വെക്കാം തൽക്കാലം. ഇനി മാറ്റിക്കുന്നപ്പോൾ മാറ്റിക്കാം. ഇനി ഇതിലെന്താന്ന് വെച്ചാൽ തുറക്കട്ടെ, ഞാൻ കാണിക്കട്ടെ. ചേടേ, ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ് ഗായ്സ്. എല്ലാത്തിനും മൂടി ഒരുക്കെടുക്കുക. മേക്കപ്പ് കിറ്റ് പറയുമ്പോൾ നിങ്ങളായിരിക്കും ആനവായ്ക്ക് സാധനം ഉണ്ടെന്ന്. ഒരു സാധനമില്ല. എന്തോ 4 ഫേസ് കണ്ടപ്പർ, മറ്റേ സ്ട്രോബ് ക്രീം ഉണ്ടാവും, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും, 3-in-1 ഫൗണ്ടേഷൻ ഉണ്ടാവും, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കിവിടെ എടുത്ത് വെക്കാം.
എൻ്റെ ബാഗ് എപ്പോഴും ഇടുന്ന ബാഗ്, ഇത് ബ്ലാക്ക്. കുറച്ച് ബാഗ് വാങ്ങണം, അതവിടെ കിടക്കട്ടെ. ഇത് പിന്നെ ഞാൻ 21-ാം തീയതി ഇട്ട എൻ്റെ കമ്മലും മോതിരം, അന്ന് ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഓർണമെൻറ്റ്സ് ആയിട്ട്. ഇതൊക്കെ റിട്ടേൺ അടിക്കാനുള്ള കേട്ടോ, ഇത് റിട്ടേൺ അടിക്കാനുള്ളതാണ്. ഇപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടി ഡ്രസ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ കവറിൽ നമുക്ക് അർജൻറ്റായിട്ട് വേണ്ടിയ കുറച്ച് സാധനങ്ങളാണ്. ഇതപ്പോൾ നമുക്ക് കവർ വെച്ചിട്ട് എടുത്ത് വെക്കാം. ഇനി താഴെ ഭാഗത്ത് എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഒഴിഞ്ഞ കവർ അതിലൊന്നുമില്ല. ഞാൻ ഇത് വെച്ചാൽ എന്തിനാ, ഇതിൻ്റെ ഓൻ്റെ ബുക്ക്, ഓനക്ക് എടുക്ക് ബുക്ക് വായിക്കാൻ നല്ല ആഗ്രഹം കൊണ്ട് വാങ്ങാനാണ്, എന്നിട്ട് വായിക്കോ ഇല്ല. ഏതൊക്കെയോ വായിച്ചതുണ്ട്, ബട്ട് ഇപ്പോൾ ബാലൻസ് ഇത് 2 ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ അവൻ്റെ ബാഗിലാണ്. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ഇവിടെ വെക്കാം. അത് ചോദിക്കുമ്പോൾ പറഞ്ഞെടുക്കാം. പിന്നെ അടിയിൽ നമുക്ക് അടിയിലിപ്പോൾ എന്താ വെക്കുക, അടിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം സെറ്റാക്കാം. ആദ്യം ഇത് ഇവിടെ എടുത്ത് വെക്കാം. ഇത് മെന്നാന്ന് വാങ്ങിയ ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ അല്ല, ഹാങ്ങിങ് സാധനമാണ്. ഇനി നമുക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പുറത്തേക്കിടാം. ഇനി ഇത് മിഷാൻ്റെ വെഡ്ഡിങ് ഡ്രസ്സാണ്, 20-ാം തീയതി യൂസ് ചെയ്ത്. ഇതൊക്കെ ഇവിടെ എടുത്ത് വെക്കാമെന്നെല്ലാം കൂടി, അതിനെയും കൂടി നമുക്ക് മുകളിലേക്ക് തന്നെ കയറ്റാം. ഇതൊക്കെ എടുക്കാത്ത സാധനം കൂടി നമുക്ക് ഇതും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നെയിൽ കട്ടറൊക്കെ വെക്കുന്ന ബോക്സാണിത്. ടൂൾസ് കുറേ ഉണ്ടില്ല. നെയിൽ കട്ടറൊക്കെ ഞാൻ എടുത്തു. ഇതും കൂടി ഇതിൽ കുത്തി കയറ്റാം. അപ്പോൾ ഇതുങ്ങളായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു വിഷമം. ഇനി ഇതൊക്കെ നമ്മൾ മടക്കി വെക്കാം. എനിക്ക് പൊതുവെ ഇങ്ങനെ അങ്ങ് ഇട്ടുള്ള പരിചയമാണ്. ഇനി ഇത് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സുകളും കൂടി ഇവിടെ കൊണ്ടുവന്ന് ശരിയുന്നു. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരുമിച്ച് സെറ്റാക്കാം ഗൈസ്. എങ്ങോട്ടാ പോകുന്നേ, താല്പര്യമല്ല. സത്യമാണ്, ഇതൊക്കെ എടുത്തിട്ടപ്പോൾ മടിക്കൊക്കെ നല്ല മടിയുണ്ട്. എന്തോരത് ആന്നില്ല, മടയും എല്ലാം വലിയ ആളായി എടുത്തിട്ട് ഞാൻ പരത്തി വെച്ചപ്പോൾ കറണ്ട് പോയി. ഇനിയിപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, വെറുതെ കുത്തിരിക്കണം വിചാരിച്ചോണ്ടാണെന്ന് അറിയില്ല. കറക്റ്റ് ടൈമിന് കറണ്ട് പോയി. ഇനിയിപ്പോൾ കറണ്ട് വരുന്നവരെ ഞാൻ ഇങ്ങനെ കുത്തിരിക്കുക. സംഭവം മടിക്കൊക്കെ വെക്കുക, പക്ഷേ കറണ്ട് ഇല്ലായിട്ട് ഒരു രസം കിട്ടുന്നില്ല. അപ്പം കറണ്ട് വന്ന് ഇതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം ടൂർ നല്ലോണം കാണിച്ചു തരാം. അപ്പോൾ ഈ വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.